ായ ബർത്തിമായുടെ ഉള്ളിൽ വെളിപ്പെട്ടു. ആ വെളിപ്പാടിനോട് ബന്ധപ്പെട്ട് ആ അനുഭവത്തെയാണ് നമ്മൾ ചെറുതായി ചിന്തിക്കുവാനിടയായി തീർന്നത്. അല്പം കൂടെ ലളിതമായുള്ള ആശയങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് എന്നെ ചിന്തകളെ കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ കട്ടിയായിട്ടുള്ള ഒരു വിഷയം ഈ മാസത്തിൽ ഞാൻ എടുക്കില്ല. ഞാൻ വളരെ ലളിതമായി കുറച്ചുകൂടെ ഒരു ആത്മദൂതുകളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, പ്രവചന വാക്കുകളെ പ്രതീക്ഷിച്ചാണ് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ഈ വിഷയത്തിനകത്തേക്ക് ഞാൻ വരാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കൊരുമിച്ച് വായിക്കാം അടുത്തൊരു ഭാഗം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒരു വായിച്ചാമോ? 1, 2, 3 വാക്യങ്ങൾ വായിക്കാമോ? അതിൻ്റെ 10 വരെയുള്ള വാക്യങ്ങൾ. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാലിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറയുവാനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാൽ അവൻ മുന്നോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയെ വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനാകൊണ്ട് പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടങ്ങിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ആമേൻ. ഈ വാക്യത്തിനായി സ്തോത്രം ചെയ്താം. ആമേൻ. എല്ലാവരും കര ഉയർത്തി നല്ല നന്ദിയോട് സ്തോത്രം ചെയ്താണ്. തലയായവനിൽ നിന്നല്ലോ, വാക്യം കണ്ടോ, തലയായവനിൽ നിന്നല്ലോ സന്ധികളാലും മജ്ജകളാലും ഈ ആത്മീയ ചൈതന്യം പ്രാപിക്കുക, ആത്മീയ ഉണർവ് പ്രാപിക്കുന്നത് എങ്ങനെയാണ്? തല നേരിട്ടാണോ? അല്ല, തലയിൽ നിന്ന് വരുന്ന ഇതൊക്കെ അവയവങ്ങളാണ്. അപ്പം കൂട്ടായ്മ ദൈവത്തിൻ്റെ കൺസെപ്റ്റിനകത്ത് കർത്താവ് നേരിട്ടാകണമെന്നില്ല. നേരിട്ടാകാനും പറ്റും. പക്ഷേ ഈ സന്ധികളെയും മജ്ജകളെയും ഞരമ്പുകളെയും ഒക്കെ ഇതിനകത്ത് കൂട്ടിയോജിപ്പിച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഓരോ അവയവങ്ങളാണ്. അപ്പം ഹല്ലേലൂയ, നിങ്ങൾ ഒരാളുമായി സംസാരിക്കുന്നതാണ് ആ ആളുടെ ആത്മീയ പ്രചോദനത്തിന് കാരണമായി തീരുന്നത്. അല്ലെങ്കിൽ സാരാഭാത്തിലെ വിധവ വേണ്ടായിരുന്നു, കാക്ക വേണ്ടായിരുന്നു. ആമേൻ. ദൈവത്തിന് നേരിട്ട് ഏലിയാവിനെ ഭോഷിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ ദൈവം ചില മീഡിയേറ്റർമാരെ അയക്കുന്നുണ്ട്, മധ്യസ്ഥനല്ല. ഹല്ലേലൂയ. ചില സഹവിശ്വാസികളെ, സഹോദരങ്ങളെ ദൈവം അതിനായി എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞാട്ട് കർത്താവ് അങ്ങനെയുള്ള ബന്ധങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ പോകും. നിങ്ങൾ അങ്ങനെ ഒരു ബന്ധമാകായി തീരാൻ പോകുകയാണ്. ഈ ദേശത്തിലെ ദൈവജനത്തിൻ്റെ യഥാർത്ഥ മുഴുവൻ അന്തരീക്ഷത്തെയും തുറന്നു കൊണ്ടുവരും. മുഴുവൻ ആയിട്ടുള്ള ദൈവ പദ്ധതികളുടെ ഭാഗമാകേണ്ടതിനായി, ഒരു വലിയ ദൈവജനം കടന്നു വരേണ്ടതിനായി, വലിയ കൂട്ടം ദൈവജനം കടന്നു വരേണ്ടതിനായി നിങ്ങളെ ഒരു മീഡിയേറ്ററായി ഇത് ഉപയോഗിച്ചിരിക്കും. നന്നായിട്ടൊരു സ്തോത്രം പറഞ്ഞാണ്ട് സൽമാൻ ഉപയോഗിച്ചിരിക്കും. ആമേൻ. നിങ്ങളുടെ ജോലി സ്ഥലത്ത് യേശുവിനെ കുറിച്ച് പറയാനായിട്ട് കഴിയട്ടെ. നിങ്ങളെ നടത്തിയ ദൈവത്തെ പറ്റിയാണെങ്കിലും ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ കണ്ടിട്ട് സാരയില്ലെന്ന് പറയുമ്പം ആ കൂടെ കർത്താവ് നിന്നെ സംരക്ഷിക്കുമെന്നൂടെ പറയാൻ പറ്റണം. ഈ കഴിഞ്ഞ ദിവസങ്ങൾ എനിക്ക് പേഴ്സണലായിട്ടുണ്ടായ ഒരു എക്സ്പീരിയൻസോടെ ഞാൻ പറയാം. ആമേൻ. ഞാനൊരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ അവരെ കൗൺസിൽ ചെയ്യുന്നതിനുള്ള ദീർഘദിവസങ്ങളായിട്ടുള്ള സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യുന്നതിനുള്ള ബന്ധത്തിൽ അവരുടേതായ ഫ്രണ്ട്സുകളെ ഓട്ടോമാറ്റിക്കായി പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായി. വളരെ യാദൃശ്യമായിട്ട് ഉണ്ടായി. അപ്പം അതൊരു ഫാമിലിയാണ്. ഞാൻ വന്നിരുന്നപ്പം എൻ്റെ അടുത്ത് വന്നിങ്ങനെ, പാസ്റ്റർ എന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ ഒരു പാസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ടില്ല, ഇതുമായിട്ട് ഒരു ചർച്ചിലും പോയിട്ടില്ല. വളരെ യാദൃശ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ഒരു ചോദ്യം കുറച്ച് ചോദിച്ചതിൻ്റെ തൊട്ട് വെളിച്ചത് എനിക്ക് മനസ്സിലായി. ഒരു ഫാമിലിയാണ്, കുട്ടി പ്രഗ്നൻ്റ് ആണ്. സഹോദരൻ ഒരു ചെറിയ ജോലി ചെയ്യുന്നവനാണ്. അവരുമായി എനിക്ക് സംസാരിക്കാൻ വരും കിട്ടി. ലവ് മാരേജ് ആയിരുന്നു.
ഇപ്പം ലവ് എല്ലാം പോയിട്ട് വേറൊരു പ്രയാസത്തിൽ ഇരിക്കുകയാണ്. 2 കുടുംബങ്ങൾക്കകത്ത് ഒരു വലിയ പ്രയാസം ഉളവായി നിൽക്കുകയാണ്. ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ശാരീരികമായ പ്രയാസം കാരണം ഒരാളുടെ കാല് മുറിച്ച് കളഞ്ഞു. നല്ല ഫാമിലിയാണ്, പക്ഷെ കാല് മുറിച്ച് കളഞ്ഞു. ഒരാളുടെ എന്തോ ഒരു പ്രയാസം ഉണ്ടായിട്ട് രോഗിയായിട്ട് കിടപ്പ് രോഗിയായി കിടക്കുന്നു. ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയതിനെ തുടർന്ന് ആ കുടുംബത്തിന് വലിയ പ്രയാസം ഉണ്ടായി. അത് അവളുടെ മനസ്സിനകത്ത് വലിയൊരു പ്രയാസമായി. മൊത്തത്തിൽ ഒരു അന്ധകാരം നിബിഡമായ ഒരു ജീവിതത്തിനകത്ത് നിൽക്കുന്ന ഒരു ഫാമിലിയെ കണ്ടു. ഞാൻ വെറുതെ യേശുവിനെ പറ്റി അവരോട് സംസാരിക്കാൻ തുടങ്ങി. വെറുതെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ അവരെന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് ഈസിയായി, യേശുവിനെ തുറന്നു കൊടുക്കാൻ ഈസിയായി. തുറന്നു കൊടുക്കാൻ തുടങ്ങിയപ്പം അവരുടെ ഉള്ളിൽ, അവരുടെ മുഖത്തിനകത്ത് വലിയ വ്യത്യാസം വരുന്ന എനിക്ക് കാണാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച അവർ ഗ്ലാഡ്സൺ പാർഷ ചർച്ചിലുണ്ട്. ആമേൻ. അവിടെ ആയതുകൊണ്ട് ആമേൻ. ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞ ആൾക്കാർ നമ്മളുമായിട്ടെത്തും. ആമേൻ. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുകൾ നിൽക്കുന്നവരോട് ഒരു വാക്കെങ്കിലും ആമേൻ യേശുവിനെ പറ്റി പറയാനുള്ള ആഗ്രഹം ഉണ്ടായാൽ മതി. അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വാക്കുകൾ വന്നോളും. ആമേൻ. ഹല്ലേലൂയ. ഞാനൊരു ഈ വചനത്തിലേക്ക് വരുവാണ്. ഒരു വ്യക്തി, ആമേൻ, ആ വ്യക്തിയെ നിങ്ങൾക്കറിയാം, സക്കായി എന്നാണ്. അവൻ്റെ ദേശമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ നമ്മൾ ചിന്തിച്ചു വന്നൊരു ഭാഗം. അവൻ്റെ ദേശം ആമേൻ എരിഹോവാണ്. യെരൂശലേമല്ല, എരിഹോവാണ്. എരിഹോവിൽ നടന്ന 2 സംഭവങ്ങളാണ് ഈ വിഷയത്തിന് ആധാരമായി ഞാൻ സംസാരിക്കാനിടയായി തീർന്നത്. അതൊരു കുരുടനായ വ്യക്തിയുടെ ഉള്ളിലുണ്ടായ ഒരു ചിന്ത, ഒരു അറിയിപ്പ്, ഒരു വെളിപ്പാട്. ആ വെളിപ്പാട് ആ വരുന്ന ആള് താൻ കേൾക്കുന്ന ആരവാരത്തിനപ്പുറം ആ വരുന്ന കൂട്ടത്തിലെ നേതാവ് യേശുവാണെന്നുള്ള അറിവായിരുന്നു. ആ യേശു ഒരു സാധാരണക്കാരനല്ല എന്ന് തനിക്ക് മനസ്സിലായി. താൻ വിളിച്ച വിളിയായിരുന്നു ദാവീദിന്റെ പുത്രൻ എന്ന വിളി. ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹീ ഈസ് ദ കിങ് ഓഫ് ഇസ്രായേൽ. അവൻ രാജാതിരാജാവാണ്. ഇന്ന് പകരം നാം അവനെ ആരാധിക്കാനുള്ള കാരണം അവൻ രാജാതിരാജാവാണ്. ആമേൻ. ഒരു വാക്ക് ഒന്നിച്ചു പറഞ്ഞാട്ടെ. എല്ലാ മുട്ടും ആ രാജാവിൻ്റെ മുമ്പിൽ മടങ്ങും. എല്ലാം മുട്ടുമടങ്ങും. ഒന്ന് ആത്മാവിൽ കീഴടങ്ങി പറഞ്ഞോണം. മുണ്ടക്കയത്തിനകത്തുള്ള സകല മുട്ടുകളും അടക്കാൻ ആ രാജാവിന് അവൻ്റെ സൈന്യം നാളുകൾക്ക് മുമ്പ് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ആമേൻ. ഇന്ന് പകലും വിശ്വസിക്കുന്നവരോട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ, അവൻ്റെ വരവ്, ഒന്നാമത്തെ വരവ് കണ്ടിട്ട് ആരും രാജാവാണെന്ന് തോന്നാതിരുന്നപ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു ചിന്ത, ഹല്ലേലൂയ, ദൈവമായി വെളിപ്പെടുത്തി കൊടുത്തു. ആ വരുന്നൊരു സാധാരണക്കാരനല്ല, അവൻ ഇസ്രായേലിന്റെ രാജാവാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അവന് ലഭിക്കുവാനിടയായിത്തീർന്നു. അവൻ്റെ അന്ധത മാറി, അവന് കാഴ്ച ലഭിക്കുവാനിടയായിത്തീർന്നു. എരിഹോവിനകത്ത് വിടുതലുകൾ നടന്നു തുടങ്ങുന്ന സമയം, യേശു എരിഹോവിൻ്റെ പടിവീതിയിലൂടെ നടക്കുന്ന സമയങ്ങളിൽ ഹല്ലേലൂയ സംഭവിക്കുന്ന അടുത്തൊരു വിടുതലാണ്. 2 വിടുതലാണ്. അടുത്തൊരു വിടുതലാണ് അടുത്ത ഒരു ദൈവശബ്ദമായി നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇത് രണ്ടോടെ ഒന്ന് ചേർത്ത് പറയുന്ന ഒന്ന് എനിക്ക് ഇഷ്ടം തോന്നുന്നു. ഒന്ന്, ഹല്ലേലൂയ, ഉണ്ടായ ഒരു ദൈവശബ്ദം അത് ആ കുരുടനായ വ്യക്തിയുടെ ഉള്ളിൽ നിന്നുണ്ടായതാ. അവൻ ഹല്ലേലൂയ, അവൻ ദാവീദിന്റെ പുത്രനാണെന്നുള്ള വെളിപ്പാട്. ദാവീദിന്റെ പുത്രനാണെന്നുള്ള വെളിപ്പാട്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾക്കൊരു പേഴ്സണലായ വെളിപ്പാട് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് നിശ്ചയമാണ്. നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ പോക്ക് വരവ്, ചിന്ത, അതൊരു സാധാരണക്കാരൻ്റെയോ സാധാരണ വിശ്വാസിയുടെ ലെവലാകരുത്. നിങ്ങൾക്കൊരു വെളിപ്പാടുണ്ടായിരിക്കണം. ആമേൻ. അങ്ങനെ ഒരു വെളിപ്പാടുണ്ടായാൽ, ഇത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വിട്ടതാണ്, വീണ്ടും കർത്താവ് എന്നെ നിയോഗിക്കുന്നു. ഒരു സാധാരണക്കാരൻ, മേബേ നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാകാം, സാധാരണക്കാരൻ ജീവിക്കുന്ന ജീവിതശൈലി ആയിരിക്കാം നിങ്ങളുടേത്. പക്ഷേ അതിനപ്പുറത്തേക്ക് നിന്റെ വെളിപ്പാട് നിന്റെ അന്തരീക്ഷങ്ങളെ മാറ്റും. ഹല്ലേലൂയ. എൻ്റെ ലൈഫിനകത്ത് ഞാൻ ഒത്തിരി കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഒരു സാധാരണ ലൈഫ് ജീവിച്ചു തുടങ്ങിയവർ ജീവിതത്തിൻ്റെ ഏതോ ഘട്ടങ്ങളിൽ യേശുവുമായി ഒരു ബന്ധം ഉണ്ടായപ്പോൾ രാത്രി പകലാകുന്നത് പോലെ അവരുടെ ലൈഫ് മാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആമേൻ. ഞാൻ ആത്മാവിൽ മുണ്ടക്കയത്തെ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്നു, ഇരുണ്ട ചിലതിനെ വെളിച്ചമാക്കി മാറ്റാൻ ആ വെളിച്ചമായ കർത്താവ് നേരത്തെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ആ ദീപം തെളിക്കുന്നവരായി നിങ്ങൾ മാറട്ടെ.
ദാവീദിന്റെ പുത്രൻ എന്ന് 18-ാം അധ്യായത്തിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ ആ മനുഷ്യന്റെ ഉള്ളിലുണ്ടായ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ 19-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ അടുത്തൊരു വെളിപ്പെടുത്തലൂടെ വരികയാണ്. അത് അബ്രഹാമിന്റെ സന്തതി എന്നുള്ളതാണ്. ഇത് രണ്ട് രീതിയിലാണ് വിരൽ ചൂണ്ടുന്നത്. ഒന്ന് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണെങ്കിൽ, രണ്ട് യേശു കർത്താവ് പറയുന്ന ദൈവശബ്ദമാണ്. ആമേൻ, ഹല്ലേലൂയ. എരിഹോവിലാണ് ഈ വിഷയം ഉണ്ടാകുന്നത് കൊണ്ട് എരിഹോവിൽ നിന്ന വ്യക്തികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു ദൈവശബ്ദം ഞാൻ പറയാണ്. പിന്മാറ്റത്തിൽ ജീവിച്ച ഒരു ജനമാണ് അവർ, പിന്മാറി നിൽക്കുന്ന ഒരു ജനമാണ്. യെരൂശലേം പോലെ ഒരു ആത്മീയ ഉണർവുള്ള ഒരു സ്ഥലമൊന്നുമല്ല എരിഹോവ്. പക്ഷേ എരിഹോവിനകത്തേക്ക് യേശു ഇറങ്ങുമ്പോൾ അതിനകത്തെ ആൾക്കാർക്കും ചില മാനസാന്തരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ രണ്ട് ദൈവവചനത്തിൻ്റെയും ദൈവദൂതുകൾ. മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ ദേശങ്ങളിൽ. ആമേൻ, ഹല്ലേലൂയ. ഈ യാത്ര തുടരുന്ന സമയത്ത് രണ്ട് വ്യക്തികളിലുണ്ടായ അതിപ്രധാനമായ വ്യത്യാസമാണ്. അത് ഒരാള് യേശുവിനോടും മറ്റൊരാളോട് യേശുവാണ് സംസാരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അത് എരിഹോവിനകത്ത് ഒരു മുഴുവൻ വ്യക്തികളുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ഒറ്റ ദൂത് ഞാൻ വിളിച്ചു പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നിനക്കൊരു വെളിപ്പാടുണ്ടായാൽ നിന്നെക്കുറിച്ചൊരു വെളിപ്പാട് യേശു പറയും. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദൈവവചനത്തിന്റെ പ്രത്യേകത ആരാണെന്നറിയാമോ? ഇതിനകത്തിരിക്കുന്ന കർത്താവിനെ നിങ്ങൾക്ക് മനസ്സിലായാൽ ആ കർത്താവ് നിങ്ങൾ ആരാണെന്ന് കൃത്യമായി പറഞ്ഞിരിക്കും. ആമേൻ. നമ്മൾ ആരാണ് എന്നുള്ള തിരിച്ചറിവിനകത്തേക്ക് ഇന്ന് വരെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആരാധനയുടെ ശബ്ദം വായിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. എൻ്റെ ശബ്ദം നിങ്ങളുടെ കർണപടത്തിനകത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ വിളിയെക്കുറിച്ചുള്ള തികഞ്ഞ ബോധ്യത്തിനകത്തേക്ക് കടപ്പാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനൊരു ദൈവശബ്ദം പറയാം. നിങ്ങളുടെ അകത്ത് വന്ന കർത്താവിനെ ഒന്നും മനസ്സിലാക്കാൻ സഹായിച്ച സാഹചര്യം ഒരുക്കിയാൽ മതി. നിങ്ങൾ ആരാണെന്ന് കർത്താവ് പ്രൂവ് ചെയ്തിരിക്കും. ഹല്ലേലൂയ. പത്രോസ് യേശു ആരാണെന്ന് മനസ്സിലായപ്പോൾ പത്രോസിനോടുള്ള ദൈവശബ്ദം, നീ ഒരു പാറക്കഷ്ണമാണ്, നീ ആരാണെന്നുള്ള തിരിച്ചറിവിനകത്ത് എത്തി നിൽക്കാതെ ഒരു മുക്കുവൻ എന്ന ലൈഫിനകത്ത് ഒതുങ്ങിപ്പോയിൽ നിന്ന് ക്രിസ്തു ശിഷ്യനായി, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി, പുതിയ നിയമ സഭയുടെ തൂണായുള്ള ഒരു രൂപാന്തരം ആ ശുശ്രൂഷയ്ക്കകത്ത് നടക്കുവാനിടയായി തീർന്നു. ആരാണ്? ഒരു കേവലം മുക്കുവൻ. പക്ഷെ മുക്കുവനിൽ നിന്ന് ഇന്നത്തെ പത്രോസ് എന്ന വ്യക്തിയിലേക്കുള്ള രൂപാന്തരത്തെ നോക്കുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, ആള് യേശു ആരാണെന്ന് മനസ്സിലായി. ഹല്ലേലൂയ. യേശു ആരാണെന്ന് മനസ്സിലായി. ജീവിതത്തിന്റെ ഏത് ഘട്ടമാകട്ടെ, ഹല്ലേലൂയ, വാർദ്ധക്യമാകട്ടെ, യൗവനമാകട്ടെ, ബാല്യമാകട്ടെ, ഹല്ലേലൂയ, യൗവനമാകട്ടെ, നീ ക്രിസ്തുവിനെ അറിയുന്ന അറിവ് നിന്റെ ലൈഫിനെ മാറ്റിയിരിക്കും. ജീവിതത്തിൽ ശുശ്രൂഷയുടെ പാഠം എത്രയുണ്ടാകട്ടെ, ആരാധനയുടെ പാരമ്പര്യം എത്രയുണ്ടാകട്ടെ, അതൊന്നുമല്ല. നിനക്ക് വ്യക്തിപരമായി ക്രിസ്തുവുമായുള്ളൊരു ബന്ധം, ആ ബന്ധത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടാകുന്നുവോ അന്ന് മുതൽ നീ ആള് മാറിയിരിക്കും. ഹല്ലേലൂയ. നാം ഒരു വ്യക്തിയുടെ കൂടെ കൂട്ടി കാണിക്കാം. ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ജനിച്ചത് പരീശനായി, ജീവിച്ചത് പരീശനായി, വളർന്നത് പരീശനായി, പഠിച്ചതും പരീശനായി. അങ്ങനെ പഠിത്തത്തിൻ്റെ ഉയർച്ചയിൽ നിന്ന് ന്യായപ്രമാണത്തിൻ്റെ മുഴുവിധികളെ ദേശത്ത് പന്തലി മുഴുവനായി ദേശത്ത് കൊണ്ടുവരാൻ യഹൂദ മതത്തിൻ്റെ നിയമങ്ങൾക്കകത്ത് പറയുന്ന ദൈവത്തെ ഏറ്റവും നന്നായി വെളിപ്പെടുത്താൻ ആഗ്രഹിച്ച ആ ശൗലിനെ ദൈവം പൗലോസാക്കി മാറ്റുന്നതിൻ്റെ പിന്നിലെ കാരണം, ഹല്ലേലൂയ, അവൻ അതിനകത്ത് കിടന്ന കർത്താവിനെ കണ്ടെത്തി എന്നുള്ളതാണ്. തിരിച്ചറിയുക. നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളിൽ ഇറങ്ങി വന്ന കർത്താവിനെ ആഴത്തിൽ തിരിച്ചറിയാനാണെങ്കിൽ നിന്റെ ശരീരത്തിനകത്ത് ആ കർത്താവ് അത് പ്രൂവ് ചെയ്തിരിക്കും. നിന്റെ പട്ടണത്തിനകത്ത് അത് പ്രൂവ് ചെയ്തിരിക്കും. നിന്റെ കുടുംബത്തിനകത്ത് അത് പ്രൂവ് ചെയ്തിരിക്കും. നിന്റെ വ്യക്തിബന്ധങ്ങൾക്കകത്ത് അത് പ്രൂവ് ചെയ്തിരിക്കും. ഹല്ലേലൂയ. സന്തോഷമുള്ള കര ഉയർത്തി ഒരു സ്തോത്രം ചെയ്ത് ഈ ഒരു പ്രസംഗ ഭാഷ ഇല്ലാതെ സംസാരിക്കാനാണ് എനിക്കൊരാഗ്രഹം, ഇച്ചിരി ലളിതമായി ഇറങ്ങി വരാൻ. പക്ഷെ ഈ ആശയങ്ങൾ കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ പുറകെ തന്നെ പോവുകയാണ്. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഈ ഒരു വെളിപ്പാട് യെരൂശലേമിൽ നിന്നൊരു കുരുടൻ പറഞ്ഞപ്പോൾ അടുത്ത യെരൂശലേമിലുള്ള ആളോട് കർത്താവ് സംസാരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ, നീയും അബ്രഹാമിൻ്റെ സന്തതിയാണ്.
ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നീ അബ്രഹാമിന്റെ സന്തതിയാണ്. ആരാണ് ആ വ്യക്തി? ആ വ്യക്തി സക്കായി ആണ്. ഈ വ്യക്തിയെ അറിയാൻ വയ്യാത്ത ആരും തന്നെ വിശ്വാസികളായിട്ടുണ്ടാകുന്നില്ല. ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം സക്കായി ആരാണെന്നറിയാം. ഒരു സൺഡേ സ്കൂളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോറികളിലോ എങ്ങനെയെങ്കിലുമൊക്കെ അവർ പഠിക്കാനുള്ള സാധ്യതയുണ്ട്. സങ്കീർത്തനം, 1-ാം സങ്കീർത്തനം പഠിക്കുന്നത് പോലെ തന്നെ സക്കായി എന്ന കഥാപാത്രം വരും. ആളിൽ കുറിയവനാണെന്നും ഒക്കെ അവർക്കറിയാം. ആമേൻ, ആമേൻ. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ആള് ഭയങ്കര സമ്പന്നനായിരുന്നു. ആർക്കും ഒന്നും കൊടുക്കാത്തവനായിരുന്നു. ആമേൻ. സ്വന്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ആരോടെങ്കിലും ഞാൻ കൂടുതൽ കള്ള നാണയമായിട്ട്, കള്ള പലിശയായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ 4 ഇരട്ടി, അല്ലേ? വല്ലതും ചതിയായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഞാൻ ഒന്ന് വായിച്ചേ. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. യേശുവിനെ കാണാൻ ആഗ്രഹിച്ച ഈ മനുഷ്യന്റെ ഒരു വ്യത്യസ്തം. ഞാൻ ആ ബൈക്കിലോട്ട് ഒന്നുകൂടെ ഇറങ്ങി വരുമ്പോൾ അതിനകത്തൊരു നല്ല ദൈവശബ്ദം എൻ്റെ അകത്തേക്ക് കയറി വരുന്നു. ആമേൻ, ആമേൻ. ഈ മനുഷ്യൻ ഒരു ദിവസം ആഗ്രഹിക്കുകയാണ് യേശുവിനെ കാണണം. ആമേൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശുവിനെ കാണണം? ആമേൻ. ഈ സുവിശേഷങ്ങൾക്കകത്തൊക്കെ യേശുവിനെ കാണണം എന്നുള്ള വാക്കാണ്. ലേഖനങ്ങളിലേക്ക് വരുമ്പം കാണണമെന്ന വാക്ക് മാറി അറിയണമെന്നുള്ള വാക്കാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അറിയണമെന്ന വാക്ക് ഈ ഒരേ ആശയത്തിലേക്കാണ് ഈ ദൈവ ശബ്ദം ഓടുന്നത്. അന്ന് ഫിസിക്കലായിട്ട് യേശു ഉള്ളത് കൊണ്ട് യേശുവിനെ കാണാനൊരാഗ്രഹം ഈ മനുഷ്യനകത്തുള്ളതാണ്. അങ്ങനെ ആഗ്രഹമുള്ള ഈ പുള്ളി 24/7 പുള്ളി ബിസിയാണ്. കാരണം പുള്ളി ഒരു നല്ല പലിശക്കാരനാണ്. പുള്ളിയുടെ ഓരോ ആഗ്രഹം എങ്ങനെയും സമ്പത്ത് ഉണ്ടാക്കുക എന്നൊരൊറ്റ ആഗ്രഹമാണ്. പക്ഷെ എവിടെയോ ഒരു ദൈവശബ്ദം വീണതിൻ്റെ ഭാഗമായി, ബാക്ക്ഗ്രൗണ്ട് നമുക്കില്ല, എനിക്ക് യേശുവിനെ കാണണമെന്നുള്ളൊരാഗ്രഹം ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായി. അവൻ ഓടിയെത്തുന്നു. വലിയ ജനാവലി ഉണ്ട്. എൻ്റെ ഒരു ചിന്തയ്ക്കകത്ത് കിടക്കുന്ന പിക്ചർ അനുസരിച്ച് ആമേൻ. ആ വഴിയിലൂടെ നടന്നു വരുമ്പോൾ നല്ല പൊക്കമുള്ളവരും ഒക്കെ അടുക്ക നിൽക്കുന്നത് കൊണ്ട് ഒത്തിരി സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യത്തില്ല. ഇവരുടെ ഇടയിലൂടെ യേശുവിനെ ഒന്ന് നന്നായി കാണാൻ ആർക്ക് പറ്റത്തില്ല, സക്കായിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അവൻ നിന്ന നിൽപ്പിൽ നിന്ന് മുമ്പോട്ട് ഓടി. അവൻ നിന്ന നിപ്പിൽ, എൻ്റെ കൂടെ വരാമോ? അതിനകത്തൊക്കെ നിന്ന നിപ്പിൽ നിന്ന് മുൻപോട്ട് ഓടി. ഇപ്പം കാണാൻ കഴിയത്തില്ലാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് താൻ മുമ്പോട്ട് ഓടിയത്. ആഗ്രഹം എന്നാ? എൻ്റെ മുമ്പിൽ തടസ്സങ്ങളുണ്ട്, പക്ഷെ എനിക്ക് യേശുവിനെ കണ്ടേ പറ്റൂ. ആമേൻ, ഹല്ലേലൂയ. വീട്ടിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ കാണാതിരിക്കാൻ, അല്ലേ? സക്കായിക്ക് കാണാതിരിക്കാൻ കാണാൻ വന്നിട്ട് കണ്ടില്ല. അതുകൊണ്ട് പിണങ്ങി പോകാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ അകത്തുള്ള ആഗ്രഹത്തെ മുമ്പോട്ട് വെക്കുന്നത് മുമ്പോട്ട് ഓടിയാൽ കാണാൻ പറ്റും. ഞാൻ നോക്കുന്നു, മുമ്പോട്ട് ഓടിയപ്പോഴും മുമ്പിൽ ഇഷ്ടം പോലെ ആൾക്കാർ നിൽക്കുകയാണ്. അവിടെ ആൾക്കാർ നിരന്ന് നിൽക്കുകയാണ്. ഇപ്പം പ്രധാനമന്ത്രിയൊക്കെ വരാൻ നേരത്ത് 2 സൈഡിലും വാരിക്കയിൽ കെട്ടിയിട്ട് ആൾക്കാർ ആ വാരിക്കേടിൻ്റെ മേളിൽ കയറി നിൽക്കും. കുഞ്ഞുങ്ങളൊക്കെ പോയി കാണാൻ പറ്റുമോ? പണ്ട് ഞാനും പോയതാ, എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. വാരിക്കേടിൻ്റെ മേളിൽ ആൾക്കാർ കയറി നിന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ആമേൻ. അടുത്തൊന്നും ചെല്ലാനേ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് നമുക്ക് വീട്ടിൽ ഇരുന്ന് കാണാനുള്ള സാഹചര്യമുണ്ട്. അന്ന് ആ മീഡിയ ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് കണ്ടേ പറ്റുള്ളൂ. ആൾക്ക് മരം കയറാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു കാട്ടത്തിയിൽ അദ്ദേഹം കയറി. ആമേൻ. കാട്ടത്തിയിൽ കയറി. എൻ്റെ ഒരു പിക്ചർ ചെറിയ പ്രായം മുതൽ കേട്ട് വന്നൊരു സ്റ്റോറി ആയതുകൊണ്ട് എൻ്റെ അകത്ത് ഇത് കിടപ്പുണ്ട്. കണ്ടു വെച്ചേക്കുന്നത്, യേശു ഈ സക്കായിയുടെ അടുക്ക വന്നപ്പം സൈഡിലോട്ട് നോക്കിയെന്നല്ല, ഇങ്ങനെ നോക്കിയെന്നാണ്, അല്ല, മേളിലോട്ട് നോക്കി. അഥവാ ഒത്ത നടുവിൽ മേളില് സക്കായി കയറി ഇരിപ്പുണ്ട്. നന്നായി ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കുകയാണ്. ബന്ധപ്പെട്ട് കയറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു കണ്ടപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, സക്കായിയെ നീ ഇറങ്ങി വാ, നിന്റെ ഭവനത്തിൽ ഞാനിന്ന് വരാൻ പോവുകയാണ്. ഈ 2 ആശയങ്ങളുടെ നന്നായി ചിന്തിക്കേണ്ട ആവശ്യകതയുണ്ട്.
യേശുവിനെ കാണാൻ ആഗ്രഹിച്ചാൽ ആ കാലഘട്ടത്തിൽ യേശു അവൻ്റെ വീട്ടിൽ വരാൻ ആഗ്രഹിച്ചു. ആമേൻ. ഇപ്പോൾ ആ നിലവാരമൊന്നും അല്ല. ഇപ്പോൾ എവിടെയാ? നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പലതും ആഗ്രഹിച്ചാൽ, ആമേൻ, നമ്മൾ പലരും ഉത്സാഹം നമ്മുടെ അകത്തുണ്ടായാൽ, ആഗ്രഹം ഉണ്ടായാൽ, പ്രത്യേകിച്ച് അകത്ത് വന്ന കൃപാവരങ്ങളുടെ ജ്വലനങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി ദൈവവചനത്തിൽ കിടക്കുന്നത് ഒന്ന് ഉത്സാഹിക്കാൻ, ഒന്ന് ആഗ്രഹിക്കാൻ മാത്രമാണ് പറയുന്നത്. ആഗ്രഹിച്ചാൽ നമ്മളെ ബലപ്പെടുത്തുവാൻ ഇറങ്ങി വന്ന ദൈവപുത്രൻ്റെ ആത്മാവിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് വലിയത് ചിലത് നമ്മളിലേക്ക് തുറന്നു വരുവാൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ. വളരെ ലളിതമായി ഞാനത് പറയുമ്പോഴും അതിനകത്തൊരു വലിയൊരു ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ. ഈ സക്കായിയുടെ വീട്ടിലേക്ക് യേശു വരുമെന്നൊരൊറ്റ വാക്ക് അവൻ്റെ മാനസാന്തരത്തിന് കാരണമായി തീർന്നു. സത്യത്തിൽ അതല്ലേ മാനസാന്തരം? ഹല്ലേലൂയ. യേശുവിനെ കാണാൻ ഈ മനുഷ്യൻ ആഗ്രഹിച്ചു. യേശുവിനെ കാണാൻ ആഗ്രഹിച്ച ഈ മനുഷ്യൻ്റെ ലൈഫിനകത്ത്, ഹല്ലേലൂയ, ആ ഒറ്റ ആഗ്രഹത്തിൻ്റെ പിറകിൽ അന്ന് അവൻ്റെ വീട്ടിൽ യേശു വന്നു. ആ ഒറ്റ കാര്യം പറയാം. ഹല്ലേലൂയ. ദൈവം ചില വീടുകൾക്കകത്ത് ഇറങ്ങാൻ പോവുക. ആമേൻ. ഇന്ന് വരെ കയറാത്ത മുണ്ടക്കയത്തിനകത്ത് ചില വീടുകൾക്കകത്ത് യേശു കയറാൻ പോവുക. കഴിഞ്ഞ ആഴ്ചയിലാണ് ഈ ദൂത് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അന്ന് പറഞ്ഞ ഒരു ദൂത് ഞാനിപ്പോൾ പറയുകയാണ്. ഹല്ലേലൂയ. ചില സമ്പത്തുള്ള ചില വീടുകൾക്കകത്ത് യേശു കയറാൻ പോവുക. അങ്ങോട്ടും ആമയില്ല. നിങ്ങളിത് സ്വീകരിക്കണം. ഹല്ലേലൂയ. ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ എനിക്ക് മാത്രമാണ് ഹല്ലേലൂയ ഉണ്ടാകത്തുള്ളൂ. നിങ്ങളെ ആരും കാണുന്നില്ല. ആമേൻ. ആത്മാവിൽ പറ, മുണ്ടക്കയത്തുള്ള ധനികന്മാരെ യേശു പിടിക്കാൻ പോവുക. ദരിദ്രനെ പിടിക്കും, കണ്ണ് കാണാത്തവനെ പിടിക്കും. ഒക്കെ ഞാൻ പറഞ്ഞു നിർത്തിയതാണ്. പക്ഷേ ഈ ദൂത് സക്കായി ആയതുകൊണ്ട് ഞാൻ വിരൽ ചൂണ്ടുന്നത് അവരെ തന്നെയാണ്. ഒന്ന് കരമുയർത്തി ആ ദൂതിനെ ഒന്ന് സ്വീകരിച്ചോണം. ഹല്ലേലൂയ. ആമേൻ. പണമുണ്ട്, പക്ഷേ അകത്ത് സമാധാനം ഇല്ലാത്ത ചില ദേശത്തിലുള്ള ധനികരെ യേശു തൊടുന്ന ഒരു വർഷത്തിനകത്ത് ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ പോവുക. ഹല്ലേലൂയ. ചില പ്രോമിസുകളൊക്കെ നിറവേറണമെങ്കിൽ ചില വ്യക്തികളൊക്കെ ഇതിനകത്ത് കയറി വരണം. ആമേൻ. നിങ്ങൾ പറയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങ് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങനെ ചിലത് തുറക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി മുണ്ടക്കയത്തെ നോക്കി പറയുകയാണ്. എനിക്കിത് മടിയില്ല എന്ന് എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ദൂത് കാണും. എനിക്കത് പറയാൻ മടിയില്ലാത്തത് ഹല്ലേലൂയ മൈക്കുള്ളത് കൊണ്ടല്ല. എനിക്ക് ആവർത്തിക്കുന്ന ദൂതുകൾ പറയാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് എപ്പോഴും പുതിയതിലേക്ക് എൻ്റെ ചിന്തയോടും. പക്ഷേ ഏത് പുതിയതിലേക്ക് പോയാലും ദൈവം വിരൽ ചൂണ്ടുന്ന ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. ആ വാക്തത്വങ്ങൾ തുറക്കേണ്ടതിനാണത്. ഹല്ലേലൂയ. ഇന്ന് ആരോ വർഷിപ്പ് ചെയ്തപ്പോഴാണോ പ്രാർത്ഥിപ്പിച്ചതാണെന്നല്ല. ഹല്ലേലൂയ. പഴയത് പറഞ്ഞതിലേക്ക് ചിലത് ഉറപ്പിക്കപ്പെടുമെന്ന്, റിങ്കു ആണെന്ന് തോന്നുന്നു, ഉറപ്പിക്കപ്പെടുമെന്ന് കർത്താവ് കൃത്യമായി പ്രാരംഭ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ കൈമാറിയിട്ടുണ്ട്. നിശ്ചയം പറഞ്ഞത് ഹല്ലേലൂയ അത് നഷ്ടപ്പെട്ടു പോകാനല്ല. ഒത്തിരി വർഷങ്ങൾ അത് മറഞ്ഞിരുന്നാലും ദൈവം അതിനെ പുതുക്കിക്കൊണ്ടുവരും. നമ്മുടെ ചിന്തകൾക്കകത്ത് എത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു വർഷം പ്രസംഗിച്ച ഒരു മനുഷ്യനാണ് നോഹ. 120 വർഷം 120 വർഷം പ്രസംഗിച്ച ഈ മനുഷ്യൻ്റെ ചിന്തയെ എത്രത്തോളം അളക്കാൻ കഴിയും? നമുക്ക് അളക്കാൻ കഴിയത്തില്ല. എന്ന് വെച്ചാൽ ആ ദൈവപ്രവൃത്തി, ആ ദൈവം പറഞ്ഞ വാക്തത്വം, ദൈവം പറഞ്ഞ വാക്ക് മാറിയോ? ഇല്ല, വാക്ക് മാറിയതില്ല, വാക്ക് മാറത്തുമില്ല. ചിലരൂടെ മാനസാന്തരപ്പെടേണ്ടതിനാണ്. ആരെങ്കിലുമൊക്കെ കയറി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് കർത്താവ് വെയിറ്റ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറഞ്ഞത് മാറത്തില്ല. ഹല്ലേലൂയ. കൃത്യം ഞാനൊരു ദൈവശബ്ദത്തോടെ പറയുന്നു, മുണ്ടക്കയത്ത് ചില കുടുംബങ്ങൾ തിരിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ഈ വാക്ക് ഇങ്ങനെ തന്നെ നിവർത്തീകരിക്കപ്പെടട്ടെ. പലരെയും ചതിച്ച ഭവനങ്ങളാകട്ടെ, ഹല്ലേലൂയ, പലരുടെ കയ്യിൽ നിന്നും സമ്പത്ത് മേടിച്ചവരാകട്ടെ, ഹല്ലേലൂയ, അത് ദാനമായി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മാനസാന്തരം അവൻ്റെ വീടിനകത്ത്, അവൻ്റെ കുടുംബത്തിനകത്ത് കയറി വരത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം, അവൻ്റെ ശക്തി ആ വീടുകൾക്കകത്ത് ഇറങ്ങട്ടെ. ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, നിങ്ങളതിന് സാക്ഷിയാകും. ദൈവം കണ്ട, ഒന്നുകൂടി ഒരു വാക്കൂടെ ചേർ, ദൈവം നമ്മുടെ സഭയ്ക്ക് വേണ്ടി കണ്ട ചിലർ പുറത്തു വരും, പുറത്തു വന്നിരിക്കും.
പുറത്ത് വരുന്നതിനുള്ള എഫേർട്ടുകൾ ദൈവം തുടങ്ങി. അതിനായുള്ള സുവിശേഷീകരണത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾക്കകത്തേക്ക് കർത്താവ് കൊണ്ടുവരാൻ പോവുക. ഒരുപാട് പേര് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് പേര് കാണുന്നുണ്ട്. പക്ഷെ അവരുടെ ആരുടെയും മുഖത്തേക്ക് യേശു നോക്കുന്നില്ല. അവരുടെ ആരുടെയും വീട്ടിലേക്ക് പോയെന്നും പറയുന്നില്ല. പക്ഷെ ഈ മനുഷ്യൻ്റെ വീട്ടിലേക്കും ഈ മനുഷ്യനിലേക്കും യേശു കൃത്യമായി നോക്കി. അതൊരു ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. എന്താ അറിയോ? ഹല്ലേലൂയ. ആ വീടിനകത്ത് യേശു വരിക. ബെഥാനി എന്ന് പറയുമ്പോൾ ബെഥാനിയക്കകത്ത് ലാസറിന്റെ കുടുംബത്തെ എടുത്തു പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ എരിഹോവ് എന്ന് പറയുമ്പോൾ എരിഹോവിനകത്ത് ഈ സക്കായിയുടെ ഭവൻ എടുത്തു പറയുന്നു. അങ്ങനെ ചിലത് ദൈവം ഹല്ലേലൂയ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു ഭവനമാണ് നിങ്ങളുടെ ഭവനം. ആണോ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സ്തോത്രം പറയണം. നിങ്ങളുടെ ദേശത്ത് ഹല്ലേലൂയ ദൈവത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭവനമാണോ നിങ്ങളുടെ ഭവനം? അതിനകത്തൂടെ ചില ദൈവപ്രവൃത്തികളുണ്ട്. ഈ അന്തരീക്ഷത്തെ ആത്മാവിൽ പിടിക്കാമെങ്കിൽ ഈ ദൈവശബ്ദങ്ങൾ തുറന്നു വരും. ഹല്ലേലൂയ. നീ അബ്രഹാമിൻ്റെ സന്തതിയാണ്. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ ഒരു ധനികനായിരിക്കാം, നീ ഒരു ഹല്ലേലൂയ ആൾക്കാരെ ചതിച്ചവനായിരിക്കാം. പക്ഷേ നീയും അബ്രഹാമിൻ്റെ സന്തതിയായതുകൊണ്ട്, യേശുവിന് പറയാനുള്ള നീയും അബ്രഹാമിൻ്റെ സന്തതിയായതുകൊണ്ട് നിന്റെ വീട്ടിൽ നിന്ന് രക്ഷ വന്നിരിക്കുന്നു. അടുത്ത വാക്ക് വളരെ ശ്രദ്ധേയമാണ്. കാണാതെ പോയവനെ. ഹല്ലേലൂയ. ആ വാക്കൊന്ന് ചേർത്ത് പറയാമോ? ഹല്ലേലൂയ. ഞാൻ എൻ്റെ ബൈബിളിനകത്ത് ഇരിക്കുന്ന ട്രാൻസ്ലേഷനകത്ത് വായിക്കാം. 10-ാം വാക്യമാണ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതിനെ അന്വേഷിപ്പാനും രക്ഷിക്കുവാനുമാണ് മനുഷ്യപുത്രൻ വന്നത്. നഷ്ടപ്പെട്ടതിനെ അന്വേഷിപ്പാനും ആമേൻ രക്ഷിക്കുവാനുമാണ് മനുഷ്യപുത്രൻ വന്നത്. ഇന്ന് പകൽ വിശ്വസിക്കുക, ഈ ദൂത് സഭയോടോ നിങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങളോടോ മാത്രമല്ല, ഈ ദേശത്തോടുള്ള ദൈവശബ്ദമാണ്. കാണാതെ പോയ ചിലതിനെ യേശു തേടുകയാണ്. ആമേൻ. എരിഹോവിൽ നിന്ന് ഹല്ലേലൂയ നടന്നു നീങ്ങുമ്പോൾ യേശു കണ്ടെത്തിയ ഒരു കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാണ്. എന്താണ്? ഞാൻ ആ വെളിപ്പാടിനകത്തേക്ക് ചില നിമിഷം കയറി നിന്ന് ശുശ്രൂഷിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇവൻ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയാൻ കാരണം എന്താണ്? ഇവൻ യഹൂദ മതത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണോ? അല്ല. ഇവൻ യഹൂദ മതത്തിൻ്റെ ഭാഗമായതുകൊണ്ടല്ല ഇവൻ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞത്. കാരണം ആ എരിഹോവിൻ്റെ പടിവീതിയിൽ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും യഹൂദന്മാരുടെ പട്ടികയ്ക്കകത്തുള്ളതാണ്. പക്ഷേ അവരവിടെ ആരോടും പറയാത്തൊരാലോചന സക്കായിയുടെ ഹൃദയത്തിനെയും മനസ്സിനെയും മുഖത്തെയും നോക്കിക്കൊണ്ട് പറയുന്നതിൻ്റെ കാരണം അവർക്കാർക്കും മറ്റാർക്കും ഇല്ലാത്ത ഒരു എഫേർട്ട് ഈ മനുഷ്യൻ ചെയ്തെന്നുള്ളതാണ്. അവൻ്റെ വീട്ടിലിരിക്കാതെ അവൻ യേശു വരുന്ന വഴിയിൽ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. കാണാൻ കഴിയാത്തത് കൊണ്ട് മുൻപിലേക്ക് ഓടുന്നു. ഒരു വലിയ കാട്ടത്തിയിൽ കയറി യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, യേശുവിനെ ഒന്ന് കണ്ടാൽ മതി. പക്ഷെ യേശുവിൻ്റെ ആഗ്രഹം അതല്ല. നീ കണ്ടാൽ നീ എന്നെ കണ്ടേച്ച് വെറുതെ പോകത്തില്ല, നീ എന്നെ കണ്ടതുപോലെ തന്നെ ജീവിച്ചിരിക്കും. ഇന്ന് പകല് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. വലിയ മാനസാന്തരത്തിൻ്റെ അവസ്ഥ പട്ടണങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. വലിയ ദൈനികർ പോലും യേശുവിലേക്ക് തിരിയട്ടെ. കമോൺ, ഈ ദൂതിന് സഭ ആമേൻ പറഞ്ഞേ പറ്റുകയുള്ളൂ. ഞാൻ നിർബന്ധിക്കുന്നു, ആമേൻ പറഞ്ഞേ പറ്റുകയുള്ളൂ. കാരണം ഒരു കൂട്ടം ജനം യേശുവിലേക്ക് തിരിയുന്നതിന് ഈ ദൂത് ഈ അന്തരീക്ഷത്തിനകത്തേക്ക് ഞാൻ ആത്മാവിലെറിയുകയാണ്. നിങ്ങൾ വ്യക്തിപരമായതിനെ പിടിക്കണം. നിങ്ങളുടെ സംശിഷ്ടങ്ങൾ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഇന്നും രക്ഷകനെ കണ്ടെത്താൻ കഴിയാതെ ഈ നഷ്ടപ്പെട്ടതിൻ്റെ കൂട്ടത്തിൽ കടക്കുന്നുവെങ്കിൽ നിന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് നിന്നിലൂടെ അവരിലേക്കും അവരിലൂടെ യേശു കർത്താവിൻ്റെ രക്ഷയിലേക്കും അവരെത്തേണ്ടതിന് ഒരു കാരണമാകുകയാണ്. കരമൊന്ന് അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദേശങ്ങൾക്കകത്ത്, പട്ടണങ്ങൾക്കകത്ത് വിടുതലുകൾ സംഭവിക്കട്ടുമാറാകട്ടെ. അബ്രഹാമിന്റെ സന്തതി. സത്യത്തിൽ ഈ ദൂത് തുറക്കുന്നത് സന്തതി എന്നാണ്, സൺ എന്ന വാക്കാണ്. പക്ഷെ പുതിയ നിയമലേഖനങ്ങൾക്കകത്ത് സൺസ് എന്ന വാക്കാണ് കിടക്കുന്നത്. അബ്രഹാമിന്റെ സന്തതികൾ. ഇത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്. സന്തതി എന്നത് ഏകവചനമാകുമ്പോൾ നമുക്കും ക്രിസ്തുവിനും ഒരുപോലെ ചേരും, അല്ലെങ്കിൽ നമ്മളെക്കാൾ ക്രിസ്തുവിനൊരു നന്നായിട്ട് ചേരും.
കാരണം അബ്രഹാമിന്റെ സന്തതി ആരാണ്? അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതി ആരാണ്? പണ്ടുമുതൽ പറയുന്നതാണ്, അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതിയാണ് യേശുക്രിസ്തു. ആമേൻ. ഒരു മകനില്ലാത്ത കാലഘട്ടത്തിൽ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ് യേശുക്രിസ്തു എന്ന വാഗ്ദത്ത സന്തതി. ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന് വാഗ്ദത്തം ചെയ്യുമ്പോൾ അബ്രഹാമിന് ആഴമായുള്ളൊരു വിശ്വാസം തൻ്റെ അകത്ത് ഉണ്ടാകുവാനിടയായി തീർന്നു. അബ്രഹാമിൻ്റെ സന്തതികൾക്കൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു റിസൾട്ട് ആ കുലത്തിനകത്ത് ജനിച്ചെന്നോ ആ പാരമ്പര്യത്തിനകത്ത് വളർത്തപ്പെട്ടെന്നല്ല, വിശ്വാസം അകത്തുണ്ടാകും. ഹല്ലേലൂയ. 3:17 ഗലാത്യ ലേഖനത്തിനകത്ത് കിടക്കുന്ന വാക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിന്റെ സന്തതി എന്ന് പറയാൻ വിശ്വാസികൾക്ക് യോഗ്യത ലഭിച്ചത് അവരുടെ ഉള്ളിൽ ജാതികളായിരുന്നിട്ടും വിശ്വാസം അവരുടെ ഉള്ളിലുണ്ടായതുകൊണ്ടാണ്. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം എന്താണ്? നിന്നിൽ സകല ജാതികളും. ആമേൻ. ആ വാഗ്ദത്തം തലയ്ക്ക് മീതെ ഉള്ളവർ ഇങ്ങനെ പറ, എന്നിൽ മിണ്ടുന്നില്ല ആരും, എന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കും. പറയുന്നില്ല. ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ സഭക്കാരും, ഞാനും എൻ്റെ കൂട്ടുകാരും ഈ പരിപാടി നിർത്തണം. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് തുറന്നു വെച്ച്, ഹൃദയം ഒന്ന് തുറന്നു വെച്ച് ഹല്ലേലൂയ, തുറന്നു വെച്ചിട്ട് ഹല്ലേലൂയ, സകല ജാതിയിൽ നിന്നും സകല ഭാഷക്കാരെയും സകല മതക്കാരെയും സകല വംശക്കാരെയും ഉള്ളം കൊണ്ട് സ്വീകരിക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടെങ്കിൽ ഇതിനകം നിറഞ്ഞ് കവിയും. നമ്മുടെ ഹോളിലല്ല സത്യത്തിൽ വീതി നീളവും വേണ്ടത് നമ്മുടെ മനസ്സിനാണ്. അല്ലേ? നമ്മുടെ മനസ്സിനകത്ത് നീളവും വീതി ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നിറയും. ആമേൻ. സ്തോത്രം. ഇന്ന് ആത്മകണ്ണുകൾ കൂടെ കണ്ടോണ്ട് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. നിറയും. 1, 2, 3 സെക്ഷനുകളായി പാസ്റ്റർമാര് പ്രസംഗിച്ച് തളരട്ടെ. ഹല്ലേലൂയ. തളരട്ടെ, കുഴപ്പമില്ല. നമ്മുടെ ആരാധന 1 മണിക്കൂറായി ചുരുങ്ങട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞത് അങ്ങനെ പലർക്കും ഇഷ്ടമാണ്. കാര്യം എന്താണെന്നറിയോ? ഒരുപാട് ആരാധന നടക്കാൻ നേരത്ത് 1.5 മണിക്കൂറൊക്കെ ആയിട്ട് നമുക്ക് ചുരുക്കാം. ആമേൻ. അതിന് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് ഇതിനകത്തുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. ചിലയിടങ്ങളിലൊക്കെ ഹൈദരാബാദിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഭയാരാധന നോക്കിയപ്പം അവിടെ 4 സെക്ഷനാണ്. 4 സെക്ഷൻ ആരാധനയാണ്. അപ്പം 1.25 മണിക്കൂറുള്ള ആരാധന. 1.25 മണിക്കൂർ. ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. 1.25 പുള്ളി പറയാം എത്ര 2 സെക്ഷൻ പുള്ളി പ്രസംഗിക്കും, 2 സെക്ഷൻ പുള്ളി ഒരു അസോസിയേറ്റ് പാസ്റ്റർ പ്രസംഗിക്കും. ഇടവിട്ടത് ചെയ്യും. ഞാനീ പറഞ്ഞത് അദ്ദേഹം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയില്ല. ദൈവത്തിന് അധികം സമയമൊന്നും വേണ്ടെന്ന്. കോട്ടയത്ത് അദ്ദേഹം പരാജയപ്പെട്ട്, ഒരു 10 വിശ്വാസികളെ ആയിരുന്നു, പരാജയപ്പെട്ട് അതങ്ങ് നിർത്തിയേക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോയ പോക്കാണ് കർത്താവ് വഴി തുറന്നത്. അങ്ങനെയാണ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾക്കകത്തൊക്കെയാണ് ഇങ്ങനെ ഈ പിരിമുറുക്കങ്ങൾ. ഇനി സംഭവിക്കുമോ? ആശങ്കകൾ, ആകുലതകൾ. ഞായറാഴ്ച ആരാധനമായി തീരുന്നില്ല. ഞാനൊരു പ്രഖ്യാപന ആത്മാവിൽ നടത്തുക. എൻ്റെ കൂടെ രാമൻ പറയാനെങ്കിൽ കൂടെ നിൽക്കണേ. ഹല്ലേലൂയ. ഈ ആരാധന അനുഭവങ്ങൾ എല്ലാ ആഴ്ചയിലെ എല്ലാ ദിനങ്ങളിലും ഇതിനകത്തുണ്ടാകട്ടെ. ഒരു ഓപ്പൺ ടവറായി ഇത് തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരു തുറന്നു വെച്ച മനസ്സും ആർക്കും എപ്പോൾ വേണേലും പ്രാർത്ഥിക്കാൻ കയറി വരാൻ പറ്റുന്ന ഒരു ആത്മീയ തലം ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഇതിൻ്റെ 2 വലിയൊരു പള്ളിയാണ്. 100 വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ്. ബാപ്റ്റിസ്റ്റ് ചർച്ചാണ്. ഞാൻ അതിൻ്റെ ഏറ്റവും പുറകിൽ പോയി ഇങ്ങനെ ഇരുന്നു. എന്നെ അവിടെയൊക്കെ പലർക്കും അറിയാം. ഇടയ്ക്കൂടെ വഴി കിട്ടി ഞാൻ ഇങ്ങനെ കയറി അവിടെ വന്നിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഈ ക്യൂ പോകുന്നത് വഴിയിലോട്ടാണ്. ഈ ക്യൂ എന്തിനാണെന്നറിയുമോ? ക്രിസ്മസ് ദിനത്തിൽ തലേ കൈവച്ച് അനുഗ്രഹിക്കാൻ, പാസ്റ്റർ അനുഗ്രഹിക്കാൻ നിൽക്കുന്ന ക്യൂവാ നിൽക്കുകയാണ്. അവിടെ നിന്നൊരു പുള്ളി എന്നെ കണ്ടു. അവരുടെ പാസ്റ്റർമാരുടെ ഒരാൾ എന്നെ പിടിച്ചോണ്ട് ഫ്രണ്ടിൽ പോയി. ഞാനത് എനിക്ക് തോന്നാം ഒരു 12 മണിയായപ്പോൾ അവിടെ കയറി നിന്ന് ഞാൻ ഇറങ്ങിപ്പോയത് നേരം വെളുത്ത് 7 മണിയായപ്പോഴാണ്. എന്നിട്ടും ആൾക്കാർ അതിനകത്തുണ്ടായിരുന്നു.
വേറൊന്നുമില്ല, വരിക, കൈവെക്കുക, യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കുക, അവരൊരു സ്വത്രാഴ്ച അവിടെ ഇടും, പോകും. ഓപ്പണാ. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതുവഴി ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു കനാല് പോലെയാണ്. അപ്പം അവിടെ നടക്കാൻ ഞാൻ ചെല്ലാൻ നേരത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ചർച്ചിന് ഫ്രണ്ടിൽ വന്ന് സാധാരണക്കാരെ വന്ന് മുട്ടുമടക്കി നിൽക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഇതൊരു നമുക്ക് ഒരു പെന്തക്കോസ്റ്റൽ കാഴ്ചപ്പാടിൽ ഇത് സ്വീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒന്നും അറിയട്ടെ, ഒരുത്തിന് ഓടിക്കേറാൻ ഒരാശ്രയത്തിന് വേണ്ടി നമ്മുടെ ആരാധന ഹോള് തുറക്കപ്പെടണം. ആത്മഹത്യ വക്കിൽ നിൽക്കുന്ന ചിലത് ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കച്ചിത്തുരുമ്പായിട്ട് ഹോള് തുറക്കപ്പെട്ട് കിടക്കണം. ആത്മാവിൽ പറ, നമുക്ക് വേണ്ടി ഇതിന് 2 വാഗ്ദത്ത തുറന്നു തരുന്നത്. നമുക്ക് വേണ്ടി ഒരു ദൈവം ഓപ്പൺ ടവർ തന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓപ്പൺ ടവർ തന്നിരിക്കും, അതിനകത്ത് ആൾക്കാർ വന്നിരിക്കും. നന്നായി ഒരു സ്തോത്രം പറ. ഞാൻ ആദ്യം പറഞ്ഞ തുറന്നു വെച്ചാൽ മതി മനസ്സൊന്ന്. എനിക്കൊന്ന് ശിഷ്യന്മാര് അവർ നന്നായി ഇരുന്നിട്ടുണ്ടെന്നല്ല, ഇരുന്ന് കാണുമോ ഈ സക്കായിയുടെ വീട്ടിൽ ഇച്ചിരി പാടാണ് ഇരിക്കാൻ. പക്ഷെ യേശു നന്നായി ഇരുന്ന് ആഹാരം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയേ. എന്തുകൊണ്ടാ? ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാണ്. ഒന്ന് പറ, വിശ്വാസമുള്ള അബ്രഹാമിൻ്റെ സന്തതികളെ ദൈവം ഈ കാലഘട്ടത്തിൽ പുറത്തു കൊണ്ടുവരാൻ പോവുക. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാഗ്ദത്തത്തിൻ്റെ അവകാശത്തിലേക്ക് ഒരു ജനത. ഞാൻ സത്യം പറഞ്ഞാൽ വേറൊരു ടൂണിൽ ഇത് പ്രസംഗിക്കാൻ വന്നത്, ഇത് നേരെ തിരിയാണ്. എനിക്കറിയത്തില്ല, ഇത് ഒരു ദേശത്തിൻ്റെ ഒരു തുറന്നു വരവലിന് കാരണമായി തീരും. ആമേൻ. വിശ്വാസികൾ എത്ര? അബ്രഹാമിൻ്റെ സന്തതികൾ. വിശ്വാസികൾ. വിശ്വാസം ഇല്ലാത്തവർ, അവിശ്വാസമുള്ളവർ ഒന്നും അബ്രഹാമിൻ്റെ സന്തതിയാണ്. കാരണം എന്തുവാണ്? അബ്രഹാമിൻ്റെ ഫെയ്ത്ത് ആ രീതിയിലുള്ളതായിരുന്നു. അബ്രഹാം തനിക്കൊരു മകൻ ഇല്ലാതിരിക്കെ ദൈവം പറഞ്ഞതിൽ അങ്ങ് വിശ്വസിച്ചു. ഹല്ലേലൂയ, ആമേൻ. ഈ നമ്മുടെ ഉള്ളിലൊക്കെ ഫെയ്ത്ത് ഉണ്ടാകുന്നുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ, എൻ്റെ ചോദ്യത്തിന് ഉത്തരം ആരെങ്കിലും പറഞ്ഞാൽ എത്ര പേർക്ക് ഉണ്ടാകുന്നുണ്ട്? ഒരു ധൈര്യം ഉണ്ടാകുന്നുണ്ട്. ധൈര്യം, ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഫെയ്ത്താണ്. കാരണം ഇത് നമ്മുടെ മാനുഷിക ശക്തിയൊന്നുമല്ല, ഇത് പരിശുദ്ധാത്മാവ് നമുക്കൊരു ക്വാളിറ്റിയാണ്. ഈ വിശ്വാസത്തെ പറ്റി പഠിക്കുമ്പോൾ 2 രീതിയിലുള്ള വിശ്വാസമുണ്ട്. അത് ഈ വേടിനകത്തൂടെ തന്നെയാണ് തുറന്നു വരുന്നത്. ഒന്ന്, വിശ്വാസത്താലുള്ള നീതി. ഒരുവൻ യേശുവിലൂടെ ലഭിക്കുന്ന ദൈവികമായ രക്ഷ, സ്വാതന്ത്ര്യം അവന് ലഭിക്കുമ്പോൾ അവനുണ്ടാകുന്ന ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ അവസ്ഥയെ, വിശ്വാസത്താലുള്ള നീതീകരണത്തെ, അത് ഫെയ്ത്തിന് ആയിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് സംസാരിക്കാം. രണ്ടാമത്തത്, ജോർജാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ക്രിയാത്മകമായ വിശ്വാസമാണ്. ഇപ്പം നമ്മുടെ ലൈഫിനകത്ത് നടത്തപ്പെടേണ്ട. ഇത് പരിശുദ്ധാത്മാവിനാൽ മാത്രം നമ്മുടെ ലൈഫിനകത്തുണ്ടാകുന്നതാണ്. ഇത് രണ്ടും ദൈവത്താൽ നമ്മുടെ മേൽ വെളിപ്പെടുന്നതാണ്. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഹല്ലേലൂയ. അടുത്തൊരു ഉണർവ് നമ്മുടെ മേൽ നടക്കണമെങ്കിൽ, അടുത്തൊരു ചലനം നമ്മുടെ മേൽ നടക്കണമെങ്കിൽ, അടുത്തൊരു ദൈവപ്രവൃത്തി നമ്മുടെ മേൽ നടക്കണമെങ്കിൽ നമ്മുടെ മേൽ എന്തായിരിക്കണം? ക്രിയാത്മകമായൊരു വിശ്വാസം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ധൈര്യം നമ്മുടെ ഉള്ളിലൂടെ പ്രകടമായി വെളിപ്പെടണം. ഈ വ്യക്തിയുടെ മേല്, ഈ ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത്, സുവിശേഷത്തിനകത്ത് കിടക്കുന്ന വ്യക്തിയായതുകൊണ്ട് നമുക്ക് ധൈര്യത്തെ പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അന്ന് വരെ ഇല്ലാത്തൊരാഗ്രഹം ഇവൻ്റെ അകത്തുനിന്ന് തന്നെ ഉണ്ടാകുകയാണ്. അല്ലേ? തന്നെ ഉണ്ടാകുകയാണ്. അതൊരു ധൈര്യമാണ്. ഹല്ലേലൂയ. ഇത് ദൈവത്താൽ ഉണ്ടാകുന്നതാണ്. ദൈവത്താൽ തന്നെയാണ് ഇവന് വരുന്നത്. ഞാനിതാ പറഞ്ഞത്, മനുഷ്യന്റെ കയ്യാലല്ലാത്തത് ചിലത് ദൈവത്തിൻ്റെ കയ്യാൽ വെളിപ്പെട്ടിരിക്കും. ഇനി നിങ്ങളെ വെച്ച് പറയാം, ഞായറാഴ്ച ആ ഒരു പാരമ്പര്യത്തിൻ്റെ ചുവടുമ്പോൾ താങ്ങിക്കൊണ്ട് ചർച്ച വരുന്ന ശൈലി മാറത്തക്ക രീതിയിൽ ദൈവത്തിന് നിങ്ങളുടെ മേലൊരു ഇടപെടൽ നടത്തിയാൽ
അതിന് വിട്ടുകൊടുത്താൽ നിങ്ങളുടെ ആരാധന വ്യത്യസ്തമായിരിക്കും. ഞായറാഴ്ച ചർച്ചിൽ പോകണ ഇല്ലെങ്കിൽ എന്തായിത്തീരും? ദൈവം എന്നെ ശിക്ഷിക്കുമോ എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ദൈവം എന്നോട് പിണങ്ങുമോ എന്നുള്ള ചിന്ത, എൻ്റെ കാര്യങ്ങൾ പിന്നെ നെരിയാകുമോ എന്നുള്ള ചിന്ത, ഇതൊക്കെ വെച്ചിട്ടല്ല ആരാധനയ്ക്ക് വരേണ്ടത്. ആരാധിക്കാൻ തന്നെ വരണം. PG വർഗീസ് അങ്കിള് പറഞ്ഞ ഒരു ദൈവശബ്ദം എൻ്റെ അകത്ത് ഈ ദിവസങ്ങൾ കേൾക്കുവാനിടയായിത്തീർന്നു. എപ്പോഴെങ്കിലും അല്ല, ആരാധന തുടങ്ങുന്നതിന് മുമ്പേ വരണം. ആരാധന തുടങ്ങുന്നതിന് മുമ്പ് വന്നാലേ ഉള്ള ആരാധനയ്ക്കകത്തുള്ള സകലം കാണാൻ പറ്റും. ഞാനിതൊരു ധാർമ്മികതയെ വിരച്ചുകൊണ്ടിയല്ല സംസാരിക്കുന്നത്. ആരാധന നമ്മുടെ ലൈഫിനകത്തേക്ക് തുറക്കുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത മുഴുവൻ തുറന്നു വരണം. എൻ്റെ വിഷയം അതല്ല, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ആയതുകൊണ്ട് ഞാൻ ആ വിഷയത്തിനകത്തേക്ക് വരികയാണ്. അബ്രഹാം തൻ്റെ വിശ്വാസത്തെ എങ്ങനെയാണോ പുറത്തു കൊണ്ടുവന്നത്, അത് ഈ കാലഘട്ടത്തിലും ആ കാലഘട്ടം മുതൽ ആൾക്കാരിൽ പ്രകടമായി വെളിപ്പെട്ടിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ സന്തതികൾ ഈ വിശ്വാസം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സക്കായിൽ അത് കൃത്യമായി വെളിപ്പെട്ടു. സക്കായി വീട്ടിൽ പണം പിരിച്ചുകൊണ്ടിരുന്ന ആള് അവൻ്റെ വീട്ടിൽ ഇരിക്കാതെ അവൻ യേശുവിനെ കാണാനൊരു ധൈര്യം ഉണ്ടായി. അങ്ങനെ ചില ധൈര്യം വെളിപ്പെടട്ടെ നിങ്ങളുടെ മേൽ. ഹല്ലേലൂയ. വെറുതെ ഒരു ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം, അറിയാതെ ഇത് നിങ്ങളുടെ മേൽ പകരപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് പോകാനൊരാഗ്രഹം, ആരാധനയ്ക്ക് പോകാനൊരാഗ്രഹം, വെറുതെ ഇരിക്കുമ്പം വെറുതെ സമയം കളയാതെ പ്രാർത്ഥിക്കാനൊരാഗ്രഹം, ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കാനൊരാഗ്രഹം, യൂട്യൂബിലാണെങ്കിൽ അവിടെ കയറി മെസ്സേജ് കേൾക്കാനൊരാഗ്രഹം, വെറുതെ സമയം പാഴാക്കാതെ ദൈവത്തിനായി ദൈവം നിങ്ങളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായി മാറാനൊരാഗ്രഹം. ഇത് ദൈവത്താൽ സംഭവിക്കുന്നതാണ്. അങ്ങനെ ചിലത് നിങ്ങളുടെ മേൽ വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ പ്രഖ്യാപിക്കുക. സക്കായിയുടെ മേൽ വന്നതാണ് സക്കായുടെ ലൈഫിന്റെ ആകെ രൂപ വ്യത്യാസം. ആളിൽ കുറവിനാണെന്നും സമ്പത്തുള്ളവനാണെന്നൊക്കെ പറയും. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ലൈഫ് എഴുതിയിട്ടില്ല. ഉറപ്പായിട്ടും എഴുതിയിട്ടുണ്ട്. ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാക്കും, യേശു തൊട്ടതായതുകൊണ്ട് ആ ആള് രക്ഷപ്പെട്ടുപോയി. അതുകൊണ്ട് ആള് പ്രസിദ്ധനായിപ്പോയി. പ്രസിദ്ധി വന്നത് ആള് കുറിയവനാണ്, പണക്കാരനാണ്, ചുങ്കക്കാരനൊക്കെ ആണെന്നാണ്. പക്ഷേ അവൻ്റെ ലൈഫിനെ കർത്താവ് മാറ്റി എന്നാണ് അവിടെ എഴുതിയത്. എന്നോട് ഈ മാനസാന്തരത്തിൻ്റെ അവസ്ഥ വീണ്ടും വീണ്ടും കയറി വരികയാണ്. അതിലൊരു വലിയ വ്യത്യാസങ്ങൾ സഭയ്ക്കകത്തും പുറത്തും ഉണ്ടാകട്ടെ. ആശയം തുറക്കും. നമ്മുടെ അകത്ത് തുറക്കാത്ത ഒന്ന് അടുത്ത ഒരാളുടെ അകത്ത് തുറക്കണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ അകത്ത് ഉണർവുണ്ടാകുന്നില്ലെങ്കിൽ ദേശത്തെങ്ങനെ ഉണർവുണ്ടാകുന്നത്? ദേശത്ത് ഉണർവുണ്ടാകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലേ? ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്നത് ദേശത്ത് ഉണർവുണ്ടാകാനാണ്. പക്ഷേ നമ്മളിൽ വ്യത്യാസം ഇല്ലെങ്കിൽ ആ ഉണർവ് മറ്റു ചർച്ചകളിലേക്ക് പോകുന്നു നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായിട്ട് ആഗ്രഹങ്ങൾ അകത്തു നിന്നുണ്ടാകട്ടെ. ആ ആഗ്രഹങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സൈനികൾ വെളിപ്പെടട്ടെ. ഒന്ന് വന്നു കണ്ടില്ല, ഒന്ന് വന്നു കേട്ടില്ല, ഒന്ന് കന്നു തടസ്സങ്ങളുണ്ടായി, ഒന്ന് വന്നു നീ ആഗ്രഹിച്ചത് നടന്നില്ല. ഇതൊന്നും ഒരു പ്രതിബന്ധമായി തീരാതെ കാണാൻ വന്നെങ്കിൽ, ഒരു കാണാനുള്ള ആഗ്രഹത്തിൽ വന്നെങ്കിൽ കൃത്യമായി കാണാനും കൃത്യമായി അനുഭവിക്കുവാനുള്ളൊരു സാധ്യത ദൈവം നിങ്ങളുടെ ലൈഫിനകത്ത് നൽകട്ടെ. ഒരു ചെറിയ ദൂതാണ് ഞാൻ തുറന്നുകൊണ്ട് വരുന്നത്. നീയും അബ്രഹാമിൻ്റെ സന്തതിയാണ്. പറഞ്ഞേ, നീയും അബ്രഹാമിൻ്റെ സന്തതി, ഞാനും അബ്രഹാമിൻ്റെ സന്തതിയാണ്. അബ്രഹാമിൻ്റെ സന്തതിയാണെങ്കിൽ വിശ്വാസത്താൽ ഈ വാഗ്ദത്തത്തിന് അവകാശിയാണ്. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ മേൽ ദൈവം ഇട്ട എല്ലാ അനുഗ്രഹങ്ങളും, അത് ഫിസിക്കലായിട്ടും സ്പിരിച്വലായിട്ടും ഭൗതികമായിട്ടും ഈ ജനത്തിൻ്റെ മേൽ ദൈവത്തിന് നൽകാൻ ആഗ്രഹമുണ്ട്. അതാണ് ഈ വാക്കിൻ്റെ പ്രവൃത്തി. ദാവീദിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ്. അത് രാജാവായ യേശു ഒരു വ്യക്തിയുടെ അകത്ത് ഇറങ്ങുന്നു എന്നുള്ളതാണ്. അത് പട്ടണത്തിനകത്ത് ഇറങ്ങുന്നു എന്നുള്ളതാണ്. അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞാൽ അത് ഒറ്റ നോട്ടത്തിൽ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ അത് അവിടെ കൊണ്ട് നിൽക്കുകയല്ല. ഗലാത്യ ലേഖനം കൃത്യമായി പറയുന്നു, ഹല്ലേലൂയ, ക്രിസ്തുവേശുവിൽ, ഹല്ലേലൂയ, അബ്രഹാമിൻ്റെ സന്തതികൾ എന്നല്ല, അല്ലെങ്കിൽ വാഗ്ദത്ത സന്തതി എന്നല്ല, സന്തതികൾ എന്ന് പറഞ്ഞാൽ സന്തതികൾ.
ഏകജാതനായിരുന്നു. ആ ഏകജാതൻ ക്രിസ്തുവിൽ നമ്മൾ ഈ അനുസരണത്തിലേക്ക് വരാൻ കഴിയാതെ അകന്നു പോയത് കൊണ്ട് ക്രിസ്തുവെന്ന ആ ഏകജാതന്റെ അനുസരണ നിമിത്തം ഗലാത്യ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നത് ഹല്ലേലൂയ ന്യായപ്രമാണം കൂടാതെ ഹല്ലേലൂയ കൃപയാൽ ലഭിക്കുന്ന വിശ്വാസത്തിൻ്റെ ചുവട് വെക്കുന്ന അബ്രഹാമിൻ്റെ സന്തതികൾ തുറന്നു വരുന്ന കാലഘട്ടത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇന്ത്യ കണ്ടേക്കുന്നത് 20-22% ആണ് ക്രിസ്ത്യാനികളെന്ന് തോന്നുന്നുവെങ്കിൽ ആ കണക്ക് തെറ്റാണ്. ഹല്ലേലൂയ. അടുത്ത ഒരു കാലഘട്ടം തുറക്കുന്നത് അബ്രഹാമിൻ്റെ വിശ്വസിക്കുന്ന സന്തതികളുടെ വലിയൊരു കൂട്ടത്തെയാണ്. ഞാൻ ഇവിടെയാണോ എന്നറിയത്തില്ല, എവിടെയോ പറഞ്ഞു വിട്ടൊരു കാര്യമുണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ ഒരു പെന്തക്കോസ്തുകാരനാണെന്ന് പറയാൻ ചില മടികളുണ്ടായിരുന്നു. കാരണം പെന്തക്കോസ്തുകാർ എന്ന് പറഞ്ഞാൽ കൊട്ടും പാട്ടും ഇതൊക്കെ ഉള്ളൂ. ഹല്ലേലൂയ. പിന്നെ അന്യഭാഷയുള്ള പറയുന്നത് കൊണ്ട് കളിയാക്കൽ കൂടുതലായതുകൊണ്ട് നമ്മൾ ഒരാൾ വല്ലതും ആയിരിക്കും ആ സ്കൂളിലുള്ളത്, ഒരാളായിരിക്കാം സ്കൂളിലുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പിടാൻ വേണ്ടി ക്ലാസ്സിൽ ചെന്നപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ ഏകദേശം ഭൂരിപക്ഷം ആൾക്കാർ വിശ്വാസികളുടെ മക്കളാണ്, അവരുടെ ടീച്ചർ ഉൾപ്പെടെ. എന്താണ് മാറ്റം? എന്താണ് മാറ്റത്തിൻ്റെ കാരണം? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരിക്കൽ കുമരകത്ത് ഒരു അമ്പകച്ചയുടെ ഒരു നോട്ടീസുമായിട്ട് ഇറങ്ങുകയാണ്. അപ്പം എനിക്ക് അവിടെ അറിയാം 10-17 ചർച്ചുകളുണ്ട്, പാരമ്പര്യ ചർച്ചുകളുണ്ട്. ഞാൻ അവിടെയെല്ലാം നോട്ടീസ് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പം വഴി നിന്ന് നിയമിക്കുന്ന ഒരാളെ കാണുകയും ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു നോട്ടീസ് ഞാൻ കൊടുത്തപ്പം ആര് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ കൊടുത്തോ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചർച്ച ഏതാ? നിങ്ങളുടെ ചർച്ച് അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്, അവിടെയാണ് ഞങ്ങൾ ഹോള്. ഇപ്പം ആരാധന വെള്ളിയാഴ്ച പ്രാർത്ഥന നടക്കുക, ചെന്നാൽ കാണാമെന്ന് പറഞ്ഞു. ഒരു പാസ്റ്റർ പേര് ചോദിച്ചു. പാസ്റ്റർ പേര് പറഞ്ഞു, എനിക്കറിയത്തില്ല. ഞാൻ അവിടെ തിരക്കി ചെന്നപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ചർച്ച്. കാരണം സ്വർഗീയന്റെ ഒരു കൂട്ടം അന്ന് അവിടെ കൂടി. ആ പ്രശ്നങ്ങൾ കഴിഞ്ഞപ്പം ലോക്കൽ ചർച്ചുകളായി പിരിച്ചു വിട്ടപ്പം അതായത് 350 ആൾക്കാർ വെള്ളിയാഴ്ച കൂട്ടത്തിനകത്തിരിക്കുകയാണ്. മൊത്തത്തിൽ ആരാധനയ്ക്ക് വന്നാൽ പോലും അത്ര ആൾക്കാർ അവിടെ ഒന്നും കാണാറില്ല. മൊത്തം ചർച്ചകൾ ദാറ്റ്സ് മീൻസ് ഒരു കൺവെൻഷൻ വെച്ചാൽ പോലും അത്ര ആൾക്കാരെ കുമരകത്ത് കാണാനില്ലാത്തൊരു സമയത്താണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഇത്ര ആൾക്കാർ കൂടി കിട്ടിപ്പോയി. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും അല്ല ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഒന്ന് പറ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയല്ല, അമ്മേൻ്റെ ഉദ്ദേശിക്കുന്ന രീതിയൊന്നും അല്ല കേട്ടോ. ഈ ക്ഷീണമൊക്കെ ആത്മാവിലെടുത്ത് കുടഞ്ഞ് ദൂരെ കളയണം. ഈ ദിവസങ്ങളായിട്ട് ഏതൊക്കെ ഒരു ക്ഷീണമൊക്കെ കയറിയിട്ടുണ്ട്. ക്ഷീണമൊക്കെ എടുത്ത് കുടഞ്ഞ് കളഞ്ഞിട്ട് കർത്താവിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഇറങ്ങണം. ഹല്ലേലൂയ. വലിയ വലിയ പദ്ധതികളാണ് നമ്മുടെ തലയ്ക്ക് മീതെ കിടക്കുന്നത്. ഞാൻ ആരുടെയും പേര് വിളിച്ചാൽ കൃത്യമായിട്ട് ഉറപ്പായിട്ട് ദൈവശബ്ദം വരുമെന്ന് എനിക്കറിയാം. ആമേൻ. ഹല്ലേലൂയ. ആരുടെയും നിങ്ങളുടെ എല്ലാം തലയുടെ മേലെ വലിയ വലിയ പദ്ധതികൾ നടക്കുന്നത്. പക്ഷേ അതെല്ലാം അറിയാതെ മനസ്സിലാകാതെ ഏതൊക്കെയോ പ്രശ്നങ്ങൾക്കകത്ത് പെട്ടുകിടക്കുകയാണ്. എന്നാൽ ആത്മാവിൽ പറ, ഹല്ലേലൂയ, പൗലോസ് ആ അണലിയെ കുടഞ്ഞു കളഞ്ഞതുപോലെ എടുത്ത ആത്മാവിൽ കുടഞ്ഞുകള. ദൈവത്തിന് വേണ്ടി ചിലത് വൻ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വലിയ സന്തോഷങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് ഉണ്ടാകാൻ പോവുകയാണ്. വലിയ ആശ്വാസങ്ങൾ നിങ്ങളുടെ വീടിന് ഉണ്ടാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. കണ്ണ് നിറയുന്ന അനുഭവങ്ങളല്ല, സന്തോഷിക്കുന്ന നിലവാരങ്ങൾ നിങ്ങളുടെ വീടിനകത്തുണ്ടാകാൻ പോവുകയാണ്. ചില പരാതികളൊക്കെ ഉണ്ട്, പക്ഷേ ആത്മാവ് പറയുന്നു ആ പരാതി എല്ലാം എടുത്ത് മാറ്റി കർത്താവ് അന്തരീക്ഷത്തെ സന്തോഷത്തെ ഉടുപ്പിക്കാൻ പോവുകയാണ്. ഒരാളുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഈ വലിയ പിരിമുറുക്കങ്ങൾക്കകത്തൂടെ പോകുന്നവരോട് ഞാൻ പറയാം, ഒരു ബിസി ഷെഡ്യൂളാണ് നിൻ്റെ ലൈഫെങ്കിൽ നീ റിലീഫായി നീ ഒന്ന് സ്വസ്ഥതയോടെ ഇരുന്ന് കർത്താവിനെ സേവിക്കുന്ന ഒരു ടൈം കൂടെ കർത്താവ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ജോലി വേണ്ടെന്നോ ജോലിക്ക് പോകണ്ടെന്നോന്നല്ല, ഹല്ലേലൂയ. ഈ തിരക്കുകൾ മാറ്റി വെക്കുന്ന ഒരു സമയത്തിലേക്ക് കർത്താവ് വരും. കാര്യം ഒരു സാറ്റിസ്ഫാക്ഷൻ നിൻ്റെ മനസ്സിനകത്ത് വിടാൻ പോവുക. എൻ്റെ അന്തരീക്ഷം പരിശുദ്ധാത്മാവ് മാറുന്ന എന്നെ കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ചിലരെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു, എല്ലാ പിരിമുറുക്കങ്ങളും മാറാൻ പോവുകയാണ്.
ഈ മനുഷ്യനുണ്ടല്ലോ, സമ്പത്ത് തൻ്റെ അകത്ത് കൂട്ടി വെച്ചിട്ട് അതിൽ മനസ്സിനകത്ത് പിരിമുറുക്കമായിരുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ പറഞ്ഞത് കേട്ട് യേശു യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് എത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. സമ്പത്തുണ്ട്, അതൊന്നും മാറ്റി വെച്ചിട്ട്, മറ്റുള്ള എല്ലാ തിരക്കുകളൊന്നും മാറ്റി വെച്ചിട്ട് ഈ മനുഷ്യൻ യേശുവിനെ കാണാൻ ഇറങ്ങി തിരിഞ്ഞപ്പോൾ അവൻ്റെ ലൈഫ് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോകുവാനിടയായിത്തീർന്നു. ആരോടോ പരിശുദ്ധാത്മാവ് ഓൺലൈനിൽ കാണുന്നവരോടാണോ, ഇവിടെ ഇരിക്കുന്നവരോടാണോ, ദേശത്താണോ എന്ന് അറിയത്തില്ല, ഏതൊക്കെയോ പിരിമുറുക്കങ്ങൾക്കകത്ത് പെട്ടുപോയ നിന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുവാൻ യേശു പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു. നീയും അബ്രഹാമിന്റെ സന്തതിയാ. ഹല്ലേലൂയ. ഏത് ഭാഷയാകട്ടെ, ഏത് ജാതിയാകട്ടെ, ഏത് വർഗമാകട്ടെ, ഏത് കളറാകട്ടെ, നിന്നെ യേശു സ്നേഹിക്കുന്നു. നിന്നെ യേശുവിന് വേണം. ആമേൻ. നിന്റെ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു. സാത്താൻ നഷ്ടപ്പെടുത്തിയ ആ മോഷ്ടിച്ചതിനെ അന്വേഷിച്ച് യേശു വന്ന് രക്ഷിപ്പാനായിട്ട്. അവൻ വന്നത് രക്ഷിപ്പാനായിട്ടാ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ്റെ പണം കൊണ്ട് ഇവൻ രക്ഷ കെട്ടിയെന്നാണ് വിചാരിച്ച്. പക്ഷെ യേശു താഴെ യേശുവിൻ്റെ വാക്കുകൾ താഴെ കിടപ്പുണ്ട്, ഞാൻ വന്നത് രക്ഷിക്കാൻ വന്നതാണ്. ഹല്ലേലൂയ. ആരോടോ പറയുന്നു ഈ പകൽ, ഇത് ദൈവശബ്ദമാണ്, ഞാൻ രക്ഷിക്കാൻ വന്നതാണ്. പണം കൊണ്ട് കഴിയാത്തത് യേശുവിന് കഴിയും. വിദ്യാഭ്യാസം കൊണ്ട് കഴിയാത്തത് യേശുവിന് കഴിയും. ഹല്ലേലൂയ. കുടുംബ മഹിമകൾ കൊണ്ട് കഴിയാത്തത് യേശുവിന് കഴിയും. എൻ്റെ ഇന്നത്തെ ദൈവശബ്ദം ഈ പട്ടണത്തോട് ശക്തിയോടെ പറയുന്നു, നിന്റെ കുടുംബ മഹിമയോ, നിന്റെ പണത്തിൻ്റെ ഗംഭീരമോ, നിന്റെ സാധ്യതകളോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കാതെ, ഹല്ലേലൂയ, നീ വീട്ടിൽ ഒറ്റയ്ക്ക് നിന്നിൽ അനുഭവിക്കുന്ന വിരക്തിയെ ജയിക്കാൻ യേശുവിൻ്റെ സമാധാനം നിന്നെ തേടുന്നു. സത്യത്തിൽ ഇത് പുറത്ത് പ്രസംഗിക്കേണ്ട മെസ്സേജാണ്. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു പുറത്ത് നമ്മൾ പ്രസംഗിക്കാത്തത് കൊണ്ട് അകത്ത് ദൈവം പ്രസംഗിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില കുടുംബങ്ങൾ പിരിമുറുക്കം വിട്ട് മാറാൻ പോവുകയാണ്. പിരിമുറുക്കം വിട്ട് മാറാൻ പോവുക. ഒന്ന് ആമേൻ കൈ ഉയർത്തി പറഞ്ഞ്, ചില കുടുംബങ്ങൾ പിരിമുറുക്കത്ത് ഇതിനകത്തുള്ളവരുണ്ട്. ഹല്ലേലൂയ. രോഗം കൊണ്ടും, ഹല്ലേലൂയ, ക്ഷീണം കൊണ്ടും, ഹല്ലേലൂയ, ജോലി തിരക്കുകൾ കൊണ്ടും ഒക്കെ പിരിമുറുക്കത്തിനകത്തിരിക്കുന്ന നിന്റെ മനസ്സ് ആശ്വാസത്തിലേക്ക് വരാൻ പോവുക. എല്ലാ ജോലിയിലെ ക്ഷീണങ്ങളും മാറട്ടെ. ഹല്ലേലൂയ. നിന്റെ മെൻ്റൽ സ്ട്രെസ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ആ ക്ഷീണം, ആ ആരോഗ്യം ആ രീതിയിൽ വെളിപ്പെടാതെ നിന്റെ ആ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന ആ പിരിമുറുക്കത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് വൻകാര്യങ്ങളെ ചെയ്യാൻ പോവാണ്. ക്ഷീണമില്ലാത്ത ആരോഗ്യമുള്ളൊരു തലമുറ സഭയ്ക്ക് ദൈവം കൊണ്ടുവരട്ടെ. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിനകത്ത് ഞാൻ അറിയാതെ പറഞ്ഞൊരു ദൂതാണ് ഈ ദൂത്. ഹല്ലേലൂയ. അത് നിശ്ചയമായി സംഭവിക്കും. ചില മെൻ്റൽ സ്ട്രെസ്സുകൾ മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. മാനസിക രോഗികൾ പോലും യേശുവിലൂടെ വിടുതൽ പ്രാപിച്ചിരിക്കും. പട്ടണങ്ങൾക്കകത്ത് വിടുതൽ വരിക. എൻ്റെ വാക്കുകൾ വിരാമം ഇടുന്നതിന് മുമ്പ് 1-2 ആശയം കൊണ്ട് എനിക്ക് പറയാനുണ്ട്. അനുസരണം അബ്രഹാമിൻ്റെ അകത്തുണ്ടായി. ഹല്ലേലൂയ. ഈ സക്കായിയുടെ ലൈഫിനകത്തും ഇവൻ ആഗ്രഹിക്കാത്തതാണെങ്കിലും ഒരു അനുസരണം ഇവൻ്റെ മകത്തുണ്ടാകുകയാണ്. അനുസരണം ആഗ്രഹിക്കാത്ത രീതിയിൽ വരികയാണ്. അതെ, അബ്രഹാമിൻ്റെ മക്കൾക്ക് കൃത്യമായ ഒരു അനുസരണം ഉണ്ട്. ഹല്ലേലൂയ. ആ അനുസരണം അവൻ്റെ മേൽ അറിയാതെ വരുന്നതാണ്. നിങ്ങളും അബ്രഹാമിൻ്റെ മക്കളാണെങ്കിൽ കൃത്യമായൊരു അനുസരണമുണ്ട്. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ വിശ്വാസം അനുസരണത്തിലൂടെയൊക്കെയാണ് തുറന്നു വരുന്നത്. അബ്രഹാമിൻ്റെ അനുഗ്രഹം അനുസരണത്തിലൂടെയൊക്കെയാണ് തുറന്നു വരുന്നത്. അബ്രഹാമിലൂടെ വെളിപ്പെട്ട നന്മകളൊക്കെ അനുസരണത്തിലൂടെയാണ് തുറന്നു വരുന്നത്. ഇന്ന് പകൽ മടി കൂടാതെ ഞാൻ ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അബ്രഹാമിൻ്റെ വിശ്വാസം നിങ്ങളിൽ, അബ്രഹാമിൻ്റെ സന്തതി എന്ന രീതിയിൽ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ സകല ക്വാളിറ്റിയും ഉണ്ടായിരിക്കും. അത് തളർച്ചയുടെ വാക്കല്ല, തളർച്ചയിലും ശക്തിപ്പെടുന്നതാണ്. ആമേൻ. ഒരു ലേഖനത്തിനകത്ത് കിടക്കുന്ന ഒരു വാക്കൂടെ പറഞ്ഞു നിർത്താം. ശരീരത്തിലുണ്ടായ ക്ഷീണം അവിശ്വാസത്തിന് കാരണമാകാതെ കേട്ട ശബ്ദത്തിൽ താൻ ധൈര്യപ്പെട്ടു. ഒന്നുകൂടെ പറയുന്നു, തൻ്റെ ശരീരത്തിലുണ്ടായിരിക്കുന്ന ക്ഷീണങ്ങൾ, ബലഹീനതകൾ അത് അവിശ്വാസത്തിന് കാരണമാകാതെ
കേട്ടതിൽ ധൈര്യപ്പെട്ടു. എങ്ങനെയാണ് കേട്ടതിൽ ധൈര്യപ്പെടുന്നത്? വചനം പറയുന്നു, ഹല്ലേലൂയ, വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. കേൾക്കുന്നതിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി, നിങ്ങളുടെ അകത്ത് വിശ്വാസത്തിൻ്റെ ധൈര്യം കയറി വരും. കേൾക്കുക, വചനം കേൾക്കുക, വചനം നിങ്ങൾ തന്നെ പറയുക, അത് നിങ്ങൾ വീണ്ടും കേൾക്കുക, അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ഞാൻ പറയുന്നു, അബ്രഹാമിനോടൊരു വലിയ വാഗ്ദത്തം കിടപ്പുണ്ട്. വിശ്വസിക്കാൻ തയ്യാറായപ്പോൾ അത് ജാതികളെ കുറിച്ചുള്ള വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തത്തിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. ഉറപ്പാണ്, നിങ്ങളും ഞാനും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു തലമുറ പുറത്തു വന്നിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഈ രണ്ട് ദൂതിനും അവസാനത്തെ ഒരു വാക്ക് പറയുന്നത് സന്തതികൾ പുറത്തു വരുമെന്ന. സന്തതി, ക്രിസ്തു എന്ന സന്തതി പുറത്തു വന്നതുകൊണ്ട് സന്തതികൾ പുറത്തു വരുമെന്നാണ്. അതെ, ഒരുമിച്ച് എഴുന്നേറ്റുകൊണ്ട് ആത്മാവിൽ പറ, അബ്രഹാമിൻ്റെ സന്തതികൾ പുറത്തു വരാൻ പോവുകയാണ്. ഈ പട്ടണങ്ങൾക്കകത്ത് അബ്രഹാമിൻ്റെ സന്തതി പുറത്തു വരാൻ പോവുകയാണ്. ഈ പട്ടണങ്ങൾക്കകത്ത് അബ്രഹാമിൻ്റെ അനുഗ്രഹം വിശാലമാകപ്പെടാൻ പോവുകയാണ്. ഈ ഗ്രാമപ്രദേശങ്ങൾക്കകത്തും അബ്രഹാമിൻ്റെ അനുഗ്രഹം വിശാലപ്പെടാൻ പോകുകയാണ്. സ്വസ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അബ്രഹാമിൻ്റെ മേൽ വെളിപ്പെട്ട അതേ അനുഗ്രഹം വിശ്വാസത്താൽ, ഹല്ലേലൂയ, ആത്മാവിലൂടെ നിങ്ങളിലേക്കും എന്താ വാക്കിനെ ഉദ്ധരിച്ചാട്ടെ. ഹല്ലേലൂയ, ഒരുമിച്ചൊന്ന് ആഗ്രഹിച്ചാട്ടെ. കർത്താവ്, ഈ പട്ടണങ്ങൾക്കകത്ത് അബ്രഹാമിൻ്റെ മേൽ വീണ അതേ അനുഗ്രഹത്തിൻ്റെ പകർച്ച വീഴട്ടെ. വിശ്വാസത്താൽ കുടുംബങ്ങൾ നീതീകരിക്കപ്പെടട്ടെ. അതേ, അബ്രഹാമിൻ്റെ അനുസരണത്തിലൂടെ ഒരു കൂട്ടം സമൂഹങ്ങൾ ആ അനുഗ്രഹത്തിലേക്ക് കയറട്ടെ. സ്വർഗത്തിലെ സകല അനുഗ്രഹത്തിലേക്കും കയറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. 1-2 നിമിഷങ്ങൾ ഞാൻ ആത്മാവിൽ ദൂതനെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കൈമാറുന്നു. നിൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. നിൻ്റെ അനുഗ്രഹമല്ല, ദൈവത്തിനൊരു അനുഗ്രഹമുണ്ട്. നീ കണ്ടെത്തിയതല്ല, ദൈവം കണ്ടെത്തിയത് ചിലതുണ്ട്. നീ ആഗ്രഹിച്ചതല്ല, ദൈവം തെരഞ്ഞു പിടിച്ചത് ചിലതുണ്ട്. അതിലേക്ക് നിന്നെ പരിശുദ്ധാത്മാവ് തിരിക്കാൻ പോവുകയാണ്. ഈ മനുഷ്യൻ ആഗ്രഹിച്ചത് ഒരു വലിയ സമ്പന്നനാകാനാണ്. ഈ മനുഷ്യൻ ആഗ്രഹിച്ചത് ജനത്തിൻ്റെ പ്രാപിച്ചെടുത്ത ജനത്തിൻ്റെ വെറുപ്പാണ്. ഈ മനുഷ്യൻ ആഗ്രഹിച്ചത് വലിയ, ഹല്ലേലൂയ, ചതികളുടെ ഒരു പകർച്ചകളൊക്കെയാണ്. പക്ഷേ ആ ആളെ മാറ്റുകയാണ് ദൈവം. അതെ, അങ്ങനെ ഒരു വലിയ ദൈവപ്രവൃത്തി അബ്രഹാമിൻ്റെ മക്കൾക്ക് ലഭിക്കുമെന്ന് വാഗ്ദത്തത്തിൽ കടക്കുന്നത് കൊണ്ട് നിശ്ചയം നിങ്ങളിലേക്കും ഈ പട്ടണങ്ങളിലേക്കും ഇത് ഒഴുകി തുടങ്ങാൻ പോകുകയാണ്. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞു നിർത്തുന്നു. ഒരു വലിയ കൂട്ടം ഈ സഭയ്ക്കകത്തേക്ക് കയറി വരും. ഒരു വലിയ കൂട്ടം അബ്രഹാമിൻ്റെ സന്തതികൾ ഈ സഭയ്ക്കകത്തേക്ക് കയറി വരും. അതിന് രണ്ടർത്ഥമില്ല. ഒരിക്കലൂടെ ഞാൻ പറയുന്നു, നിങ്ങളോടല്ല പറയുന്നത്, ഈ പട്ടണത്തോടാണ് പറയുന്നത്. നീ ഒതുക്കി വെച്ചത്, അബ്രഹാമിൻ്റെ സന്തതി ഒതുക്കി വെച്ചത് തുറന്നു വരുവാനിടയായിത്തീരും. അബ്രഹാമിനോടൊരു വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് തലമുറകൾ മിസ്രയീമിൽ പിടിക്കപ്പെടും. അവർ അവരെ ഒതുക്കി വെക്കും. പക്ഷേ തലമുറകൾ കഴിയുമ്പോൾ അവർ പുറപ്പെട്ടു വരും. അതെ, ഒതുക്കി നിർത്തിയ സകലതിൽ നിന്ന് ഒരു തലമുറ പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അധിക കാലം ആരെയും അടക്കി വെക്കാൻ കഴിയത്തില്ല. വാഗ്ദത്തം കിടക്കുന്നത് കൊണ്ട് അധികകാലം ആരെയും ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. വാഗ്ദത്തം തലയ്ക്ക് മീതെ കിടക്കുന്നത് കൊണ്ട് ആരെയും അധിക നാൾ, ഹല്ലേലൂയ, മിസ്രൈമിയ, ഹല്ലേലൂയ, ഫറവോനിയ ആധിപത്യങ്ങൾക്ക് ഒരിക്കലും അധിക നേരം തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല. 438 വർഷങ്ങൾക്ക് ശേഷം ദൈവം അവരെ പുറത്തു കൊണ്ടുവരുമ്പോൾ, ഹല്ലേലൂയ, ദൈവമായിട്ടൊരു അറ്റംപ്റ്റ് നടത്തിയതുപോലെ, ദൈവമായൊരു വ്യക്തിയെ അയച്ചതുപോലെ, ദൈവമായിട്ട് ബാധകൾ അയച്ചതുപോലെ, ദൈവമായിട്ട് സംഹാരദൂതനെ അയച്ചതുപോലെ, ദൈവമായിട്ട് നേരിട്ടിറങ്ങിയതുപോലെ, ദൈവത്തിൻ്റെ കരം ശക്തിയോടെ ഇറങ്ങിയതുപോലെ, അവൻ്റെ ബലമുള്ള ഭുജം ഇറങ്ങിയതുപോലെ, മുണ്ടക്കയത്തിൻ്റെ മേലും ആ ബലമുള്ള ഭുജം വീണിരിക്കും. അവൻ ചിലരെ പിടിച്ച് പുറത്തിറക്കിയിരിക്കും. ചിലരെ അവകാശത്തിലേക്ക് കയറിയിരിക്കും. അവരെ നിങ്ങൾ കണ്ടിരിക്കും. അവരുടെ കൂടിയിരുന്ന് ആരാധിച്ചിരിക്കും. അവരുടെ കൂടിയിരുന്ന് ദൈവത്തിൻ്റെ ആരാധന ആശ്വാസമായി ആചരിച്ചിരിക്കും. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ട ദൂത് നിഴലായി വെളിപ്പെടട്ടെ.